യവൻ എന്താ ചിരിക്കുന്നത്? ആ ചിരിക്കുന്നതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഉണ്ട് കാര്യത്തില് നല്ല എന്താ പറയാ. അപ്പൊ ഏതായാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടു ഖത്തറിൽ നിന്നെങ്കിലും. മുഖം കാണിക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. മുഖം കാണിക്കും എവിടേക്ക് ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിക്കുന്നോ? റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ ഫുട്ബോൾ വെച്ചിട്ട് എന്തുകൊണ്ട് അവിടെ എന്താന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയാം. ഞങ്ങൾ പിന്നെ പറഞ്ഞത് അപ്പോഴേ തോന്നി എനിക്ക് കാശ്മീർ എത്തൂലാന്ന്. പിന്നെ കാശ്മീരിലേക്ക് പുറപ്പെട്ടതാണ്. ഇപ്പതാ മണാലിയിലാണുള്ളത്. ഇന്നലെ ഭയങ്കരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതായത് ഖത്തർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നോർമലി പോവല് പിന്നെ ഡൽഹിയിൽ നിന്നും ട്രെയിൻ കയറി നേരെ ഉധംപൂർ ഇറങ്ങി. ഉധംപൂരിന് ബൈ റോഡിനാണ് പോകല്. ബൈ റോഡ് കാശ്മീർ പോകലാണ്. ജമ്മുവിൽ ഇറങ്ങിയിട്ട് ഉധംപൂർ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ ട്രെയിനിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടി, റോഡ് ബ്ലോക്കാണ്, ലാൻഡ് സ്ലൈഡാണ്, ഒക്കെ ഫുള്ളി ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഖത്തർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഖത്തർ വരെ ടിക്കറ്റ് ഉണ്ടാവും. അങ്ങനെ ഖത്തർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. അവിടുന്ന് വേറെ ട്രെയിൻ, ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, വന്ദേ ഭാരത് മറ്റൊക്കെ പുതിയ പാലൊക്കെ തുറന്ന് ചെനാബ് പിടിച്ച് അതിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ കാശ്മീരിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് ഉച്ചയ്ക്ക്. അങ്ങനെ അതിൽ കയറി പോകാം എന്ന നിലക്കാണ് നമ്മൾ ഖത്തറിൽ ഇറങ്ങിയത്. രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അന്ന് വേറെ ട്രെയിനൊന്നുമില്ല, ഈ ഒരു ട്രെയിൻ മാത്രം. ഞങ്ങൾ ബുധനാഴ്ച ഇറങ്ങി. ബുധനാഴ്ച ആകെ 2 ട്രെയിനേ സർവീസ് ഉള്ളൂ. ഒന്ന് രാവിലെ 8 മണിക്കുള്ള വന്ദേ ഭാരത്, അതിനുശേഷം ഈ 1:30ക്കുള്ള ട്രെയിനും, ഈ ലോക്കൽ ട്രെയിനും. ഈ ട്രെയിനിന് വേണ്ടി ഞങ്ങൾ നിന്നാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ചില്ലടിച്ച് അങ്ങനെ നിൽക്കാനുണ്ടോ. അപ്പോഴേ തോന്നി എനിക്ക് കാശ്മീർ എത്തൂലാന്ന്. ഫുട്ബോളും കളിച്ച് കുറെ ടൈം പോയി. ഫുട്ബോൾ കഴിഞ്ഞില്ല. ഈ ചങ്ങായിട്ട് ഇവനാണ് ഫുട്ബോൾ തുടങ്ങി വെച്ചത് പറയുന്നില്ലേ. എന്തിനാ ടൈം പോയില്ലേ, എൻജോയ് ചെയ്തില്ലേ. ഫുട്ബോളിന് ശേഷം ഞങ്ങൾ കാണണോ ഫുള്ള് അടിയും പിടിയും തല്ലൊക്കെ കിട്ടല് ട്രെയിന് തിരക്കായിട്ട്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫുട്ബോൾ കളിച്ചിട്ട് എവിടേക്ക് ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിക്കുന്നോ? റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫുട്ബോൾ കളിച്ചിട്ട് നമ്മള് കളിക്കൂ. നമ്മള് വൈബുള്ളോലാണ്. അപ്പൊ നമ്മള് കളിക്കണം. അപ്പൊ ഞങ്ങൾ കളിച്ചു. ഫുട്ബോൾ കൊണ്ടല്ല കേട്ടോ, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ആ ചെക്കന്മാർ തുടങ്ങി. അപ്പൊ നമ്മൾ കൂടി കൊടുത്തു. നല്ല രസേന് കേട്ടോ. അപ്പൊ അങ്ങനെ ആസ്വദിച്ച് നല്ല മാമായി നിൽക്കുമ്പോഴാണ് പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. അതായത് ഈ റോഡ് ബ്ലോക്കാണല്ലോ. അപ്പോൾ ആ റോഡ് വഴി കാശ്മീർ പോകുന്നവർക്ക് മൊത്തം ഇനിയൊരു വഴി എന്നുള്ളത് എന്താണ്, ഈ ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ആ നാട്ടുകാരും വീട്ടുകാരും ടൂറിസ്റ്റും എല്ലാവരും എന്ത് ചെയ്യും, കാശ്മീരിലേക്ക് പോകാൻ ഈ ഒരു ട്രെയിനാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ട്രെയിനിന് വേണ്ടി റബ്ബ് എത്ര 2000 പോയത് എത്ര ആൾക്കാരാണ് പറഞ്ഞുകൊണ്ടായി? 2000 എനിക്ക് കുത്ത് കിട്ടി. ഇവിടെ കാര്യോ ഇങ്ങനെ ഒന്ന് കിട്ടിയത് ബംഗാളിൻ്റെ എന്തോരാൾക്കാരറിയോ. ലാസ്റ്റ് ആ ട്രെയിൻ ശ്രീനഗറിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. അത് ഖത്തറിലെത്തി. ആ ട്രെയിനിലുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതായാലും ആളുകൾ കയറി വെക്കുമ്പോൾ പകുതി ആളുകൾക്കും അതിൽ കയറാൻ പറ്റുന്നില്ല. ഫുള്ള് ഞങ്ങൾ ടീമിൽപ്പെട്ട ഒരു താത്ത മാത്രം കയറി. താത്ത ആൾ ഉഷാറാണ് പറയണേനെന്താ. ഒറ്റക്ക് ട്രിപ്പ് വന്നത് താത്തേന്. താത്ത എൻജോയ് ചെയ്യും. മുഖം കാണിച്ചാ മുഖം കാണിക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. മുഖം കാണിക്കും. മുഖം ഞാൻ അതിൽ പ്രത്യേകത വെക്കൂട്ടോ, എൻ്റെ മുഖം വെക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ താത്ത മാത്രം ട്രെയിനിൻ്റെ ഉള്ളിൽ. താത്തക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, അത്രക്ക് തിരക്ക്. ബോഗിയിൽ ലേഡീസ് ബോഗിയിലാട്ടോ കയറി. അതുകൊണ്ടാണ് കയറാൻ പറ്റുക, അല്ലെങ്കിൽ കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളൊരു കുട്ടിക്ക് കയറി. ഞങ്ങളും കുറേ മലയാളി ടീമും കുറേ ലോക്കൽസും ഒക്കെ പുറത്ത്. പകുതിയിൽ കൂടുതൽ ആളുകളും ട്രെയിനിൽ കയറാതെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. എന്ത് ചെയ്യും, വേറെ വഴിയൊന്നുമില്ല. പിന്നെ അവിടെ നിൽക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ കുറേ ആലോചിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. അങ്ങനെ താത്ത മാത്രം ശ്രീനഗർ കാശ്മീരിലേക്ക് പോയി. ഞങ്ങൾ ബാക്കി 31 പേര്, കാശ്മീരിലേക്ക് 31 പേരുണ്ടായില്ലേ. ബാക്കി 31 പേരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുക, എന്താ ചെയ്യാന്ന് അറിയാണ്ട്. ഏതായാലും അങ്ങനെ കുറച്ച് പേര് ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ കുടുങ്ങിയതാണല്ലോ. അപ്പോൾ അവർക്ക് കാശ്മീർ തന്നെ കാണുന്ന ഭയങ്കര ആഗ്രഹം. അങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. നേരെ ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് അല്ല, രണ്ട് ഫ്ലൈറ്റ് ആയിട്ട് തന്നെ. അങ്ങനെ അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ബാക്കിയുള്ളവർ നേരെ മണാലിക്ക് പോകാനും തീരുമാനിച്ചു. മണാലിയിൽ നിന്ന് നേരെ ഖത്തറിൽ നിന്ന് നേരെ ചണ്ഡീഗഡിലേക്ക് ബസ്, വോൾവോ ബസ് കിട്ടി. പിന്നെ ചണ്ഡീഗഡ് നേരെ മണാലിക്കും ബസ് കിട്ടി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അതൊക്കെ അപ്പം തന്നെ ബുക്ക് ചെയ്തപ്പോൾ കിട്ടി. ഇപ്പോൾ മണാലിയിലുള്ളത് ഓക്കെയാണ് കേട്ടോ. മണാലി ഓക്കെയാണ്, നല്ല അത്യാവശ്യം പൈസ ഉണ്ടല്ലോ. ഓന് കാശ്മീരിനെക്കാട്ടിയും അടിപൊളിയായിട്ടാണ് മണാലി തോന്നിയല്ലേ. എന്താ വെച്ചാൽ കാശ്മീർ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിലും ചളി പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇവിടെ പോകാനില്ലേ. മഴയല്ല, ഒന്നുമില്ല, പക്കായി നമ്മൾ സ്ട്രീറ്റിലായിരിക്കണം. സ്ട്രീറ്റ് ഞാൻ ചൊടിക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ആദിലുണ്ട്, എന്താ പറയാ, ഷുക്കൂർ ഖാന്റെ. അങ്ങനെ ഇവര് പാക്കേജ് ആണെങ്കിൽ കാശ്മീർ പോയ പെട്ടയില്ലേ, ഒന്നോന്റെ ഉപ്പിയും ഉമ്മയും പെങ്ങളും അനിയനും ഒക്കെ ഉണ്ട് കേട്ടോ. ആള് മാത്രമാണ് എന്തുകൊണ്ട് അവിടെ എന്തെന്നുള്ള ഞങ്ങൾക്ക് മാത്രമേ അറിയാം. ഞങ്ങൾ പിന്നെ പറഞ്ഞത്. അപ്പം കണ്ടന്റ് കേറി പോയിട്ട് പറഞ്ഞു വരുന്നത്
അങ്ങനെ മണാലിയിലുള്ളത് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു കാശ്മീരുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. റൂം വാഹനമൊക്കെ ഓൾറെഡി ഏൽപ്പിച്ചതായിരുന്നു, അതുകൊണ്ട് അതിൽ അവർ ഓടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരിതാ ഇവിടെ മണാലിയിലുണ്ട്. 2ാമത്തെ ദിവസമാണ് മണാലി. അങ്ങനെ നാളെ 3 ദിവസം മണാലി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൽഹിയിലേക്ക് വോളോ ബസ്സിൽ പോകും. അവർ നേരത്തെ ബുക്ക് ചെയ്ത പ്രകാരം ട്രെയിനിൽ, അതായത് ശ്രീനഗറിൽ നിന്ന് ഖത്തറിലേക്ക് വന്ദേ ഭാരതിലും വരും. അവിടുന്ന് നേരെ ട്രെയിനിൽ ഡൽഹിയിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ 2 ടീമും 2 ദിവസം കഴിഞ്ഞാൽ കൂട്ടിമുട്ടും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടു ഖത്തറിൽ നിന്നെങ്കിലും എന്തോ ഭാഗ്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് 2 ടീം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഓക്കെ ആണ് കേട്ടോ, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സങ്കടമായത് കുറേ ആളുകൾ കേബിൾ കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം അതിൽ യവനെന്താ ചിരിക്കുന്നത്? ആ ചിരിക്കുന്നതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ഉണ്ട് കാര്യത്തിൽ നല്ല എന്താ പറയുക, ടിക്കറ്റ് ബുക്ക് ചെയ്തെടുത്താണ്. വ്യാഴാഴ്ച കയറേണ്ട കേബിൾ കാറിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെള്ളിയാഴ്ച കയറാൻ എന്നിട്ട് എന്ത് ചെയ്തു ഇവർ അവിടെ കേബിൾ കാറിന് ഒരു മണിക്കൂറിട്ട് പോയി വരി നിന്ന് അവിടെ എത്തിയപ്പോഴാണ് ടിക്കറ്റ് ഡേറ്റ് മാറി അറിയുന്നത്. വിളിച്ച് പറഞ്ഞ് തേടി വന്ന് നല്ല കേട്ടിക്കണക്ക്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഇനി പിന്നെ കാണാൻ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഓക്കെ എന്നാൽ ശരി, ബൈ. എന്തായാലും ഉഷാറാവട്ടെ അല്ലേ? എന്തായാലും